Welcome to Forward Steps Vlogs. This is the second part of previous questions and answers related to Kerala Service Rules exam conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Wish you all the best. അന്യത്ര സേവനം കഴിഞ്ഞ് മാതൃവകുപ്പിൽ തിരിച്ചെത്തി ജോലിയിൽ ചേരേണ്ട വിവരം നേരിട്ടു ഹാജരായി അറിയിച്ചെങ്കിലും നിയമന ഉത്തരവ് നൽകുന്നതിന് 40 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നിയമന ഉത്തരവ് ലഭിച്ചത്. അത്തരം കാലയളവ് ഏതു തരത്തിലാണ് ക്രമീകരിക്കുക? ഉത്തരം ഡ്യൂട്ടിയായി ക്രമീകരിക്കും. പ്രൊബേഷണർ എന്നാൽ എന്ത്? ഉത്തരം സ്ഥിരമായി ഒരു സ്ഥിരം തസ്തികയിൽ നിയമിക്കപ്പെട്ടയാളെ പ്രൊബേഷണർ എന്ന് പറയുന്നു. സർവീസിൽ പ്രവേശിക്കുന്നതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഉദ്യോഗസ്ഥർ. ഉത്തരം സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ഉടൻ തന്നെ പുനർനിയമനം ലഭിക്കുന്ന ഉദ്യോഗസ്ഥർ. ഉപജീവന ഭത്ത എന്നാൽ എന്ത്? ഉത്തരം ശമ്പളമോ അവധിക്കാല ശമ്പളമോ വാങ്ങാത്തതും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത ജീവനക്കാരന് പ്രതിമാസം നൽകുന്നത്. സ്ഥിരമായ ഒരു തസ്തികയിൽ നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥനെ സ്ഥിരമായ ഉയർന്ന തസ്തികയിൽ നിയമിക്കപ്പെട്ടാൽ ഉയർന്ന തസ്തികയിൽ ശമ്പളം നിർണ്ണയിക്കുന്നത് എങ്ങനെ? ഉത്തരം താഴെ തസ്തികയിൽ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളത്തോടുകൂടി അടുത്ത ഇൻക്രിമെന്റ് സാങ്കല്പികമായി ചേർത്ത് ആ തുക ഉയർന്ന തസ്തികയിൽ തൊട്ടടുത്ത സ്റ്റേജിൽ നിർണ്ണയിക്കുന്നു. താൽക്കാലികമായി ഇൻക്രിമെന്റ് തടയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇൻക്രിമെന്റ് തടയപ്പെട്ട കാലയളവിൽ ഉദ്യോഗക്കയറ്റം ലഭിക്കുകയാണെങ്കിൽ ഉയർന്ന തസ്തികയിൽ അദ്ദേഹത്തിന്റെ ശമ്പളം നിർണ്ണയിക്കുന്നതും പുനർനിർണ്ണയിക്കുന്നതും എങ്ങനെ? ഉത്തരം താഴെ തസ്തികയിൽ താൽക്കാലികമായി തടഞ്ഞ ഇൻക്രിമെന്റ് ഉൾപ്പെടെ യഥാർത്ഥ ശമ്പളത്തോടുകൂടി സാങ്കല്പികമായ ഒരു ഇൻക്രിമെന്റ് ചേർത്ത് ഉയർന്ന തസ്തികയിലെ ശമ്പള നിരക്കിലെ തൊട്ടടുത്ത സ്റ്റേജിൽ സാങ്കല്പികമായി നിർണ്ണയിക്കുന്നതും പുനർനിർണ്ണയിക്കുന്നതും ഇത്തരത്തിൽ സാങ്കല്പികമായി നിർണ്ണയിക്കേണ്ടതും ഇൻക്രിമെന്റ് തടയൽ കാലാവധി കഴിഞ്ഞ് പൂർണ്ണമായും സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകേണ്ടതുമാണ്. ഇരുപത്തി 6/2/2019 സർവീസിൽ പ്രവേശിച്ച ഒരു ജീവനക്കാരന്റെ ആർജിതാവധി 25/2/2022 എത്രയാണ്? ഉത്തരം 83, 11 3 ഭാഗം. ആശുപത്രി അവധി ആർക്കൊക്കെയാണ് അനുവദിക്കുന്നത്? ഉത്തരം എല്ലാ വകുപ്പുകളിലെയും ലാസ്റ്റ് ഗ്രേഡ് വിഭാഗം ജീവനക്കാർക്ക്. 32,600 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ അർദ്ധവേതനാവധി ശമ്പളം എങ്ങനെ നിർണ്ണയിക്കുന്നു? ഉത്തരം അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തിയും ചേർത്ത് ചുരുങ്ങിയത് 65% നിജപ്പെടുത്തുന്നു. ഇൻക്രിമെന്റ് ലഭിക്കുന്നതിന് കണക്കിലെടുക്കാത്ത കാലയളവ്. ഉത്തരം അനുവദിക്കപ്പെട്ടിട്ടുള്ള കാലാവധി കഴിഞ്ഞ് ജോലിക്ക് ഹാജരാകാതിരിക്കുകയും ആയത് ശൂന്യവേതനാവധിയായി കണക്കാക്കിയ കാലം. പ്രൊഫോർമ ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷൻ എന്നാൽ എന്ത്? ഉത്തരം ഒരു ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ഉയർന്ന സ്ഥാനം വഹിക്കുന്നത് തടയപ്പെടുകയും പ്രത്യേക അനുമതിയോടുകൂടി ജൂനിയർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം ഉയർന്ന തസ്തികയിൽ നിർണ്ണയിക്കുന്ന തീയതി മുതൽ സീനിയർ ഉദ്യോഗസ്ഥന് ഉയർന്ന നിരക്കിൽ ശമ്പളം നിർണ്ണയിക്കുന്ന രീതി. ഉപജീവന ഭത്തയിൽ നിന്നും ഡാഷ് പിടിക്കുവാൻ പാടുള്ളതല്ല. ഉത്തരം ജനറൽ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള വരിസംഖ്യ പിടിക്കുവാൻ പാടുള്ളതല്ല. അവധിയുടെ തരം മാറ്റൽ എന്നാൽ എന്ത്? ഉത്തരം മുൻകാല പ്രാബല്യത്തോടെ ആർജിതാവധി ഒഴികെയുള്ള അവധികൾ മറ്റു തരത്തിലുള്ള അവധിയായി മാറ്റുന്നു.
പാർട്ട് ടൈം ജീവനക്കാരന്റെ ആർജിതാവധി അക്കൗണ്ടിൽ ഉണ്ടാകാവുന്ന പരമാവധി ആർജികാവധിയുടെ എണ്ണം? ഉത്തരം 120. ഒരു സാമ്പത്തിക വർഷത്തിൽ ക്യാഷ് ചെയ്യാവുന്ന ആർജിതാവധികളുടെ പരമാവധി എണ്ണം? ഉത്തരം 30 ദിവസം. ചികിത്സാവശ്യത്തിനല്ലാതെ ഇൻക്രിമെന്റ് കണക്കാക്കുന്ന ശൂന്യവേതനാവധി? ഉത്തരം പ്രസവാവധിയോട് ചേർന്നുള്ള 60 ദിവസം വരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടാതെയുള്ള ശൂന്യവേതനാവധി. എത്ര വർഷത്തെ സേവനം പൂർത്തിയാക്കിയ സർക്കാർ ജീവനക്കാർക്കാണ് പഠനാവശ്യത്തിനുള്ള അവധി അനുവദിക്കുന്നത്? ഉത്തരം 2 വർഷത്തെ. അവശതാവധി എന്നാൽ എന്ത്? ഉത്തരം ജോലി ചെയ്യുന്നതിനിടെ പരിക്കേറ്റ അവശതയിലായ ജീവനക്കാർക്ക് നൽകുന്ന അവധി. പഠനാവശ്യത്തിനായുള്ള ശൂന്യവേതനാവധി പരമാവധി എത്ര കാലം വരെ അനുവദിക്കും? ഉത്തരം 5 വർഷം വരെ. യാത്രാപ്പടി അനുവദിക്കുന്നതിനുള്ള കൂടിയ കാലാവധി? ഉത്തരം യാത്ര ചെയ്ത ദിവസം മുതൽ 1 വർഷം വരെ. ഒരു ഉദ്യോഗസ്ഥന് പ്രവേശനകാല ശമ്പളം ഏത് നിരക്കിൽ ലഭിക്കുന്നു? ഉത്തരം പഴയ ഓഫീസിലെ ശമ്പള നിരക്കിൽ. ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ തുടരെ യാത്ര ചെയ്യേണ്ടി വരുന്ന പക്ഷം അദ്ദേഹത്തിനുണ്ടാകുന്ന ചെലവിലേക്ക് പ്രതിമാസം നൽകുന്ന ബത്ത ഏതു തരത്തിൽ അറിയപ്പെടുന്നു? ഉത്തരം സ്ഥിരയാത്രാപ്പടി. ഒരു ഉദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്യപ്പെടുകയും അച്ചടക്ക നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും അച്ചടക്ക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ കണക്കിലുള്ള ആർജിതാവധി എന്നു മുതൽ സേവനവിരാമ സറണ്ടറായി അനുവദിക്കും? ഉത്തരം അച്ചടക്ക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം. വിദേശത്ത് ജോലി ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ ജീവനക്കാർക്ക് അനുവദിക്കുന്ന പരമാവധി അവധി? ഉത്തരം 5 വർഷം. അന്യ തസ്തികയുടെ പൂർണ്ണ അധികാര ചുമതല നൽകപ്പെട്ടാൽ അധിക വേതനം നൽകാവുന്ന പരമാവധി കാലം? ഉത്തരം 3 മാസം. ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഓഫീസിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഓഫീസിലേക്ക് സ്ഥലം മാറ്റപ്പെടുകയും 13/7/2022 അപരാഹ്നത്തിൽ വിടുതൽ ചെയ്യുകയും ചെയ്തു. പുതിയ ഓഫീസിൽ ജോലിയിൽ പ്രവേശിക്കേണ്ട ദിവസം എന്നാണ്? ഉത്തരം 15/7/2022 പൂർവാഹ്നത്തിൽ. പ്രവേശന കാലത്ത് നഷ്ടപരിഹാര ബത്ത ഏത് നിരക്കിലാണ് ലഭിക്കുന്നത്? ഉത്തരം സ്ഥലം മാറ്റം ചെയ്യപ്പെടുമ്പോൾ അനുവദനീയമായിരുന്ന ബത്ത. അവധിയിലിരിക്കെ ഒരു ഉദ്യോഗസ്ഥൻ സ്ഥലം മാറ്റപ്പെട്ടാൽ പ്രവേശനകാലത്തിന് അർഹതയുണ്ടാകുന്നത് ഏതുതരം അവധിയിലാണ്? ഉത്തരം ആർജിതാവധിയിൽ. അറുപത്തൊന്ന് ദിവസമുള്ള വേനലവധി കാലത്ത് ഒരു ഹൈസ്കൂൾ അധ്യാപകനെ 20 ദിവസം അവധിക്കാല സേവനത്തിന് നിയോഗിച്ചാൽ ആ അധ്യാപകന് ലഭിക്കുന്ന ആർജിതാവധി? ഉത്തരം 20/61 × 30. സസ്പെൻഷനിലിരിക്കെ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ എങ്ങനെ തീർപ്പാക്കും? ഉത്തരം സസ്പെൻഷൻ കാലഘട്ടത്തിൽ അദ്ദേഹം ഡ്യൂട്ടിയിലായിരിക്കെ കിട്ടുമായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകി നടപടികൾ അവസാനിപ്പിക്കുക.
അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു കായിക താരത്തിന് പരിശീലനത്തിനായി ഒരു കലണ്ടർ വർഷത്തിൽ അനുവദിക്കാവുന്ന പ്രത്യേക ആകസ്മിക അവധികളുടെ എണ്ണം. ഉത്തരം 90 ദിവസം. ഒരു ഉദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് സസ്പെൻഷൻ നീതീകരിക്കുന്നതല്ല എന്ന് കണ്ടതിനെ തുടർന്ന് സർവീസിൽ പുനഃപ്രവേശിപ്പിക്കുകയും ചെയ്തു. സസ്പെൻഷൻ കാലയളവ് ഡ്യൂട്ടിയായി തീർപ്പ് കൽപ്പിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ ശമ്പളം ക്രമീകരിക്കുന്ന രീതി. ഉത്തരം സസ്പെൻഷൻ കാലയളവിലെ ഉപജീവന ഭത്ത ശമ്പളത്തിൽ നിന്നും കുറവ് വരുത്തി നൽകുക. പരമാവധി പ്രവേശനകാലം എത്ര? ഉത്തരം ഞായറാഴ്ചകളും അവധി ദിവസങ്ങളും ഉൾപ്പെടെ 30 ദിവസം. അഞ്ച് വർഷത്തിൽ കവിയാതെ കരാർ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചാൽ അദ്ദേഹത്തിന്റെ ആർജിതാവധി നിർണയിക്കുന്ന രീതി. ഉത്തരം 11/1 നിരക്കിൽ വർഷത്തിൽ 15 കണക്കാക്കുക. പിതൃത്വാവധി എത്ര ദിവസത്തേക്കാണ് അനുവദിക്കുന്നത്? ഉത്തരം ഭാര്യയുടെ പ്രസവ ദിവസം മുതൽ 90 ദിവസത്തിനകം തുടർച്ചയായി 10 ദിവസം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളായ ഉദ്യോഗസ്ഥർക്ക് അത്തരം കുട്ടികളുടെ ചികിത്സയ്ക്കും ശുശ്രൂഷയ്ക്കും വേണ്ടി നൽകുന്ന പ്രത്യേക ആകസ്മിക അവധി എത്ര? ഉത്തരം 15 ദിവസം. ആകസ്മികാവധിയും പ്രത്യേക ആകസ്മികാവധിയും സംയോജിപ്പിക്കാവുന്നത് പരമാവധി എത്ര ദിവസം? ഉത്തരം 15 ദിവസം. ഒരു ഉദ്യോഗസ്ഥന് പ്രത്യേകതരം ജോലി ചെയ്യുന്നതിന് സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് നൽകുന്ന പ്രതിഫലത്തെ അറിയപ്പെടുന്നത്. ഉത്തരം ഓണറേറിയം. സസ്പെൻഷനിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും 3 മാസത്തെ ഉപജീവന ഭത്ത അദ്ദേഹത്തിന് നൽകാനുള്ളതും 10,000 രൂപ സർക്കാരിലേക്ക് അദ്ദേഹത്തിൽ നിന്ന് ബാധ്യതയുള്ളതുമാണ്. ഉപജീവന ഭത്തയിൽ നിന്നും സർക്കാരിലേക്ക് ലഭിക്കാനുള്ള തുക കുറവ് വരുത്താമോ? ഉത്തരം ഉപജീവന ഭത്ത പൂർണ്ണമായും പിരിച്ചുവിടപ്പെട്ട ദിവസം വരെയുള്ള വിതരണം ചെയ്യേണ്ടതാണ്. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്ഥലം മാറ്റം ചെയ്താൽ അദ്ദേഹത്തിന്റെ ആർജികാവധി കണക്കാക്കുന്നത് എന്നു മുതൽ? ഉത്തരം സ്ഥലം മാറ്റം ലഭിച്ചതിനു മുമ്പ് വെക്കേഷൻ അവസാനിച്ച തീയതി മുതൽ. ആറു വർഷത്തേക്ക് മാത്രമായി നിയമനം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ ആർജിതാവധി എങ്ങനെ കണക്കാക്കും? ഉത്തരം സ്ഥിര നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥരുടേതുപോലെ തന്നെ കണക്കാക്കുന്നു. വെക്കേഷൻ കാലയളവിൽ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയാൽ ജോലിയിൽ പ്രവേശിക്കേണ്ട ദിവസം എന്നാണ്? ഉത്തരം അവധിക്കാലത്തിന്റെ അവസാനം. സ്ഥിരം തസ്തികയിൽ സ്ഥിര നിയമനമുള്ളതും 1/7/2020 മുതൽ മേൽപ്പറഞ്ഞ ശമ്പള നിരക്കിൽ 1,15,300 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ 1/6/2021 മേൽപ്പറഞ്ഞ ശമ്പള നിരക്കിൽ സ്ഥിരം തസ്തികയിൽ സ്ഥിരമായ നിയമനം നൽകുകയുണ്ടായി. ഉയർന്ന ശമ്പള നിരക്കിലെ അദ്ദേഹത്തിന്റെ ശമ്പളം എത്ര? ഉത്തരം 1,18,100 രൂപ 1/6/2021 മുതൽ. സ്ഥിരം തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ യാതൊരു തരത്തിലുള്ള അവധികളും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഏതു തരം ലീവാണ് അദ്ദേഹത്തിന് അനുവദിക്കുക? ഉത്തരം ലീവ് നോട്ട് ഡ്യൂ. വിരമിക്കലിന് പ്രാരംഭമായുള്ള അവധിയുടെ ഭാഗമായി ആർജിതാവധി അനുവദിക്കാവുന്ന പരമാവധി എണ്ണം എത്ര? ഉത്തരം 300 ദിവസം.
2 വർഷം സർവീസ് പൂർത്തിയാക്കാത്തവർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നതിന് ശൂന്യവേതനാവധി അനുവദിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ശരിയായ ഒരു നിബന്ധന ഏതാണ്? ഉത്തരം: അവധി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ പുതുതായി സർവീസിൽ പ്രവേശിക്കുന്നത് പോലെ സർവീസിൽ ചേരേണ്ടതും ആദ്യകാലത്തുണ്ടായിരുന്ന സർവീസ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. 2 വർഷം തുടർച്ചയായ സർവീസുള്ള ഒരു ഒഫീഷ്യേറ്റിംഗ് ഉദ്യോഗസ്ഥൻ 30 ദിവസത്തെ ശൂന്യവേതനാവധിക്ക് അപേക്ഷിക്കുകയും അനുവദിക്കുകയും ചെയ്തു. ഈ ഉദ്യോഗസ്ഥന് പരമാവധി എത്ര ശൂന്യവേതനാവധി തുടർച്ചയായി ലഭിക്കും? ഉത്തരം: 90 ദിവസം. എത്ര കിലോമീറ്ററിൽ കൂടുതലുള്ള ഔദ്യോഗിക യാത്രയ്ക്ക് ഒരു ദിവസം യാത്രയ്ക്കായി അനുവദിക്കും? ഉത്തരം: 50 കിലോമീറ്ററിൽ കൂടുതലുള്ള യാത്രയ്ക്ക്. കമ്മ്യൂട്ടേഷൻ ഫാക്ടർ 10.46 ആയി ഒരു പെൻഷനർ തന്റെ പെൻഷൻ തുകയുടെ 40% കമ്മ്യൂട്ട് ചെയ്യുന്നുവെങ്കിൽ കമ്മ്യൂട്ട് ചെയ്ത പെൻഷന്റെ ഭാഗം എത്ര വർഷം കഴിഞ്ഞ് പുനഃസ്ഥാപിക്കും? ഉത്തരം: 11 വർഷം കഴിഞ്ഞ്. റവന്യൂ വകുപ്പിലെ ഒരു സീനിയർ സൂപ്രണ്ട് 2 കലണ്ടർ ദിനത്തിലായി തുടർച്ചയായി 24 മണിക്കൂർ കൊണ്ട് 2 യാത്രകൾ നടത്തിയെങ്കിൽ അയാൾക്ക് അർഹതപ്പെട്ട ദിനബത്ത. ഉത്തരം: 1 DA അനുവദിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു ജീവനക്കാരന്റെ ഉപജീവന ഭത്തയിൽ നിന്ന് വസൂലാക്കാൻ പാടില്ലാത്തത്? ഉത്തരം: ജനറൽ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള വരിസംഖ്യയാണ്. ഒരു ജീവനക്കാരന്റെ വേലവിലക്ക് കാലയളവ് മറ്റ് അവധികളൊന്നുമില്ലാതിരുന്നതിനാൽ ശൂന്യവേതനാവധിയായി ക്രമീകരിച്ചുവെങ്കിൽ ഉത്തരം: ഉപജീവന ഭത്ത തിരിച്ചുപിടിക്കേണ്ടതില്ല. ഇരുപത്തഞ്ച് 11/2021 പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പ്രൈമറി സ്കൂൾ ടീച്ചറായി ജോലിയിൽ പ്രവേശിച്ചയാൾക്ക് 2021 കലണ്ടർ വർഷത്തിൽ അനുവദിക്കാവുന്ന പരമാവധി ആകസ്മിക അവധി. ഉത്തരം: 15 ദിവസം അനുവദിക്കാം. കേരള സംസ്ഥാന ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം നിലവിൽ വന്നത്? ഉത്തരം: 1/4/2013. സർക്കാർ സർവീസിലേക്ക് ആദ്യമായി ലഭിച്ച നിയമനത്തിന് ആരോഗ്യവിവരം സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് നേടുന്നതിന് നടത്തിയ യാത്രയ്ക്ക് അനുവദിക്കാവുന്ന യാത്രാഭത്ത. ഉത്തരം: യാത്രാഭത്തയ്ക്ക് അർഹതയില്ല. ഒരേ ദിവസം തന്നെ റെയിൽ വഴിയും വ്യോമമാർഗവും യാത്ര നടത്തുന്ന ജീവനക്കാരൻ ചുരുങ്ങിയത് ഒരു ദിനബത്ത എന്ന കണക്കിൽ അനാമത്ത് ചെലവ് അനുവദിക്കാവുന്നതാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം: റൂൾ 34 പാർട്ട് 2 KSRൽ പ്രതിപാദിച്ചിരിക്കുന്നു. 1-ാം ക്ലാസ് മലമ്പ്രദേശത്ത് ഔദ്യോഗിക യാത്ര നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അർഹതപ്പെട്ട ദിനബത്തയ്ക്ക് പുറമെ ദിനബത്തയുടെ %, അധികം അനുവദിക്കും. ഉത്തരം: 25% അധികം അനുവദിക്കും. 29 വർഷവും 1 ദിവസവും യോഗ്യസേവന കാലത്തോടുകൂടി വിരമിച്ച ജീവനക്കാരൻ പെൻഷൻ, DCRG എന്നിവ കണക്കാക്കുന്നതിനുള്ള യോഗ്യസേവന കാലം. ഉത്തരം: പെൻഷനും DCRGക്കും 30 വർഷമാണ് യോഗ്യസേവന കാലം. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ യാത്ര നടത്തുന്ന ജീവനക്കാരൻ ദിനബത്തയ്ക്കു പകരം മൈലേജ് അലവൻസ് വാങ്ങാവുന്നത്? ഉത്തരം: ആകെ യാത്ര 32 കിലോമീറ്ററിൽ കൂടുന്നുവെങ്കിൽ മൈലേജ് അലവൻസ് വാങ്ങാം. തൊണ്ണൂറ് ദിവസം ബാംഗ്ലൂരിൽ പരിശീലനത്തിലായിരുന്ന ഉദ്യോഗസ്ഥന് അനുവദിക്കാവുന്ന ദിനബത്തയുടെ നിരക്ക്? ഉത്തരം: ആദ്യത്തെ 30 ദിവസം മുഴുവൻ നിരക്കിലും പിന്നീടുള്ള 60 ദിവസം 3/4 ഭാഗവും.
31/5/2022 ആരോഗ്യ വകുപ്പിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ടായി വിരമിച്ച ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന പെൻഷൻ 58,317 രൂപ. പെൻഷനിൽ നിന്ന് പരമാവധി എത്ര രൂപ കമ്മ്യൂട്ട് ചെയ്യാം? ഉത്തരം 23,326 രൂപ കമ്മ്യൂട്ട് ചെയ്യാം. ഒരു ഉദ്യോഗസ്ഥന്റെ യാത്രാബത്ത മുൻകാല പ്രാബല്യത്തോടെ പരിഷ്കരിക്കാവുന്നത്. ഉത്തരം ഭരണപരമായ കാരണങ്ങളാൽ ഇൻക്രിമെന്റ് അനുവദിക്കുന്നതിന് വൈകിയാൽ യാത്രാബത്ത പരിഷ്കരിക്കാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളിൽ നടത്തുമ്പോൾ 200 കിലോമീറ്ററിനപ്പുറമുള്ള ഇടയിലെ ഹാൾട്ടുകൾക്ക് അര ദിനബത്ത അനുവദിക്കുന്നതാണ്. ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് എവിടെ? ഉത്തരം റൂൾ 31 പാർട്ട് 2 KSRൽ പ്രതിപാദിച്ചിരിക്കുന്നു. കേരള സർവീസ് റൂൾസിൽ അർഹമായ പെൻഷൻ എന്നാൽ? ഉത്തരം കമ്മ്യൂട്ടേഷന് മുമ്പുള്ളത് എന്നാണ്. ഒരു ഉദ്യോഗസ്ഥൻ സേവനത്തിലിരിക്കെ മരണപ്പെടുന്ന സാഹചര്യത്തിൽ അയാളുടെ കുടുംബത്തിന്റെ മടക്കയാത്ര ഉദ്യോഗസ്ഥൻ മരിച്ച തീയതി മുതൽ ഡാഷ് മാസത്തിനുള്ളിൽ നടത്തിയാലാണ് അവർക്ക് യാത്രാബത്തയ്ക്ക് അർഹത. ഉത്തരം 3 മാസത്തിനുള്ളിൽ നടത്തിയാൽ. യാത്രാബത്ത കണക്കാക്കുന്നതിന്റെ ആവശ്യത്തിനായി ഉദ്യോഗസ്ഥരെ ഡാഷ് ഗ്രേഡുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഉത്തരം 4 ഗ്രേഡുകളായി തരംതിരിച്ചിട്ടുണ്ട്. എത്ര വർഷത്തെ യോഗ്യസേവന കാലത്തോടെ സ്വമേധയാ വിരമിക്കുന്ന ജീവനക്കാരനാണ് റിട്ടയറിംഗ് പെൻഷന് അർഹത ലഭിക്കുന്നത്? ഉത്തരം 20 വർഷത്തെ യോഗ്യസേവന കാലത്തോടെ. തിരുവനന്തപുരത്ത് ട്രെയിനിങ്ങിന് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് പൂർണ്ണ നിരക്കിലുള്ള ദിനബത്തയ്ക്കുള്ള അർഹത ആദ്യത്തെ ഡാഷ് ദിവസം. ഉത്തരം 30 ദിവസം. യാത്രാബത്തയുടെ കാര്യത്തിൽ കുടുംബം എന്നത് ഉൾപ്പെടാത്തത്. ഉത്തരം അമ്മ. 5 വർഷ യോഗ്യസേവന കാലത്തോടെ ഒരു ജീവനക്കാരൻ വിരമിച്ച് 2 വർഷം കഴിയുമ്പോൾ മരണപ്പെട്ടുവെങ്കിൽ എക്സ്ഗ്രേഷ്യ കുടുംബ പെൻഷനുള്ള അർഹത ആർക്കാണ്? ഉത്തരം ജീവിത പങ്കാളിക്കാണ്. 30/6/2022 സേവനത്തിൽ നിന്നും വിരമിച്ച ഒരു ജീവനക്കാരന്റെ സേവന പുസ്തകം അയാളുടെ ഓഫീസ് മേധാവി സൂക്ഷിച്ചു വയ്ക്കേണ്ട കാലയളവ്. ഉത്തരം 25 വർഷം സൂക്ഷിച്ചു വയ്ക്കണം. ഒരു ജീവനക്കാരൻ അയാളുടെ ഓഫീസിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള എക്സ് എന്ന സ്ഥലത്ത് 2/8/2022 പൂർവാഹ്നം 10 മണി മുതൽ 4/8/2022 അപരാഹ്നം 3:30 വരെ താമസിക്കുന്നുവെങ്കിൽ അയാൾക്ക് അർഹതപ്പെട്ട ദിനബത്തയുടെ എണ്ണം. ഉത്തരം 2. വിരമിക്കലിന് ശേഷമുള്ള നിയമപരമായ വിവാഹം കുടുംബ പെൻഷൻ അനുവദിക്കുന്നതിന് പരിഗണിക്കാവുന്നതാണ്. ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഉത്തരം റൂൾ 90 പാർട്ട് 3 KSRൽ പ്രതിപാദിച്ചിരിക്കുന്നു. കുടുംബ പെൻഷൻ എന്നുവരെ നൽകാം? ഉത്തരം മരണം വരെയോ പുനർവിവാഹത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതുവരെ. അവധിക്കുള്ള അർഹത ഒരു ഉദ്യോഗസ്ഥൻ അവധിയിൽ പ്രവേശിക്കുന്ന തീയതിയിലുള്ള അർഹത പരിഗണിച്ചുകൊണ്ടായിരിക്കും നിർണ്ണയിക്കുക. ഇത് പരാമർശിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം റൂൾ 73 പാർട്ട് 1 KSRൽ പ്രതിപാദിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഓഫീസ് മേധാവിക്ക് അർഹതയില്ലാത്തത്? ഉത്തരം നഷ്ടപരിഹാരിത അവധി.
പിരിച്ചുവിടപ്പെടുകയോ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യപ്പെട്ട ഒരു ജീവനക്കാരന്റെ അനുതാപത്തേക്കുള്ള അർഹത അയാളെ പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ ചെയ്തിരുന്ന തീയതിയിൽ വിരമിച്ചിരുന്നുവെങ്കിൽ ലഭിക്കാമായിരുന്ന പെൻഷന്റെ ഡാഷിൽ കൂടുതൽ കൂടാൻ പാടില്ല. ഉത്തരം 2/3 കൂടാൻ പാടില്ല. ഔദ്യോഗികമായി വിമാനയാത്ര നടത്താൻ അർഹതയില്ലാത്ത ഒരു ജീവനക്കാരൻ അത്തരം ഒരു യാത്ര നടത്തിയാൽ അയാൾക്കുള്ള അർഹത. ഉത്തരം റോഡ് വഴിയോ റെയിൽ വഴിയോ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ അർഹമാകാമായിരുന്ന യാത്രാബത്ത. യോഗ്യമായ സേവനകാലം കണക്കാക്കുന്നതിന് പരിഗണിക്കാതിരുന്ന സർവീസ്. ഉത്തരം ബാലസേവനകാലം. ഒരു ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ആവശ്യാർത്ഥം 30 കിലോമീറ്റർ യാത്ര ചെയ്താൽ അദ്ദേഹത്തിനുള്ള യാത്രാപ്പടി എത്ര? ഉത്തരം 1 ദിനബത്ത. ദിനബത്ത എന്നാൽ എന്ത്? ഉത്തരം ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്തിന് പുറത്ത് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുമ്പോൾ ആസ്ഥാനത്ത് നിന്നും വിട്ടുനിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രതിദിന നിത്യ ചെലവുകൾക്ക് വേണ്ടി നൽകുന്ന ബത്തയാണ് ദിനബത്ത എന്നറിയപ്പെടുന്നത്. ഒരു ഗ്രേഡ് 1 ഓഫീസർ തൃശൂർ മുതൽ എറണാകുളം വരെ റെയിൽവേ സെക്കൻഡ് എസിയിൽ 13/7/2022 രാവിലെ 8 മണി മുതൽ രാവിലെ 10 മണി വരെയുള്ള സമയത്ത് യാത്ര ചെയ്യുകയും വൈകുന്നേരം 5 മണിക്ക് എറണാകുളത്ത് നിന്നും തൃശൂർ റെയിൽ മാർഗം 7 മണിക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് എറണാകുളത്ത് ചെലവഴിച്ച സമയത്തിന് ലഭിക്കുന്ന ദിനബത്ത എത്ര? ഉത്തരം 1/2 ദിനബത്ത. സ്ഥലം മാറ്റ യാത്രാപ്പടിക്ക് ഓഫീസർക്ക് ലഭിക്കുന്ന അനാമത്ത് ചെലവിന്റെ നിരക്ക്. ഉത്തരം ദൂരത്തിനനുസരിച്ചുള്ള നിരക്കിന്റെ 3 ഇരട്ടി ലഭിക്കും. ഒരു പെൻഷനർ 26/3/2022 വൈകുന്നേരം 6 മണിക്ക് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിധവയ്ക്ക് എന്നു മുതലാണ് കുടുംബ പെൻഷൻ അനുവദിക്കുന്നത്? ഉത്തരം 1/4/2022 മുതൽ. ഒരു ഉദ്യോഗസ്ഥന്റെ സർവീസ് കാലത്ത് അനുവദിക്കാവുന്ന മൊത്തം ലീവ് നോട്ട് ഡ്യൂവിന്റെ എണ്ണം 360 ലീവ് അനുവദിക്കാം. ഒരു ഉദ്യോഗസ്ഥൻ 30/6/2022 സൂപ്പർ ആനുവേഷനിൽ റിട്ടയർ ചെയ്ത അദ്ദേഹത്തിന് 74,900 രൂപ പെൻഷൻ അനുവദിച്ചു. പെൻഷനിൽ നിന്നും കമ്മ്യൂട്ട് ചെയ്യാവുന്ന തുക എത്ര? ഉത്തരം 29,960 രൂപ കമ്മ്യൂട്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നതിന് യാത്രാബത്ത അനുവദിക്കപ്പെടാവുന്ന വിഭാഗം. ഉത്തരം സാങ്കേതിക മികവും പരിശീലനവും സിദ്ധിച്ചവരുമായ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും മെഡിക്കൽ ഓഫീസർമാർക്കും. സ്ഥലം മാറ്റ യാത്രയുടെ ഭാഗമായി ഒരു ഉദ്യോഗസ്ഥൻ ഭാര്യയോടൊത്ത് പുതിയ സ്ഥലത്തേക്ക് റോഡ് മാർഗം യാത്ര ചെയ്തു. യാത്രാപ്പടിയുടെ ഭാഗമായി ഭാര്യയ്ക്ക് ലഭിക്കുന്ന തുക എത്ര? ഉത്തരം ഭാര്യയ്ക്ക് ഒന്നും ലഭിക്കുകയില്ല. കോട്ടയത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ 2 മാസത്തേക്ക് കൊല്ലത്തേക്ക് സ്ഥലം മാറ്റി നിയമിച്ചു. 2 മാസം പൂർത്തിയാക്കിയതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും കോട്ടയത്ത് ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ യാത്രാപ്പടി എങ്ങനെ കണക്കാക്കും? ഉത്തരം സർക്യൂട്ടിനുള്ള യാത്രാപ്പടി പോലെ യാത്രാക്കൂലിയും അനാമത്ത് ചെലവും താമസത്തിനുള്ള ദിനബത്തയും നൽകുന്നു. അടുത്ത ജന്മദിനത്തിൽ 52 വയസ്സ് പൂർത്തിയാകുന്ന ഒരു ഉദ്യോഗസ്ഥൻ 31/3/2022 മുതൽ സർവീസിൽ നിന്നും വിരമിക്കുകയും അദ്ദേഹത്തിന്റെ പെൻഷൻ 47,500 രൂപയായി അനുവദിക്കുകയും ചെയ്തു.
അദ്ദേഹം പരിവർത്തനം ചെയ്യുമ്പോൾ 1 രൂപയ്ക്കുള്ള പരിവർത്തിത മൂല്യം എത്ര? ഉത്തരം 12.66 രൂപയാണ്. പെൻഷന് വേണ്ടിയുള്ള അപേക്ഷയിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കുന്നതിന് കാലതാമസം നേരിട്ടാൽ അനുവദിക്കപ്പെടാവുന്ന പെൻഷന്റെ 75% മുൻകൂറായി നൽകുന്നു. അത്തരം പെൻഷനെ അറിയപ്പെടുന്നത്? ഉത്തരം പ്രതീക്ഷിത പെൻഷൻ എന്നറിയപ്പെടുന്നു. നിർബന്ധിതമായ വകുപ്പ് തല പരീക്ഷകൾക്ക് ഹാജരാകുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ യാത്രാപ്പടി നൽകാവുന്നത് എത്ര തവണ? ഉത്തരം 2 പ്രാവശ്യം നൽകാവുന്നതാണ്. അനധികൃതമായി പ്രവേശനകാലം അധികരിച്ചാൽ അത് ഏതു തരത്തിലാണ് ക്രമീകരിക്കുന്നത്? ഉത്തരം അവകാശപ്പെട്ട അവധി നൽകിക്കൊണ്ട് ക്രമീകരിക്കാവുന്നതാണ്. സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരിൽ അർഹരായവർക്ക് പിരിച്ചുവിടപ്പെട്ട തീയതിയിൽ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്ന പെൻഷന്റെ 2/3 ഭാഗം പ്രത്യേക അലവൻസായി പ്രതിമാസം നൽകുന്നു. ഈ അലവൻസിനെ അറിയപ്പെടുന്നത്? ഉത്തരം അനുതാപ ഭത്ത എന്നറിയപ്പെടുന്നു. ഒരു ഉദ്യോഗസ്ഥന് ശാരീരികാവശത മൂലമോ മാനസികാസ്വാസ്ഥ്യം മൂലമോ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ പൊതുസേവനത്തിന് അനുയോജ്യമല്ലെന്ന് കണ്ടാൽ അത്തരം ഉദ്യോഗസ്ഥന് അനുവദിക്കുന്ന പെൻഷൻ? ഉത്തരം ഇൻവാലിഡ് പെൻഷൻ. സ്ഥലം മാറ്റത്തിനുള്ള യാത്രാപ്പടി കണക്കാക്കുമ്പോൾ ജംഗമ സാധനങ്ങൾ കയറ്റിയിറക്കുന്നതിനായി ഗ്രേഡ് 1 ഓഫീസർക്ക് അർഹതപ്പെട്ട കയറ്റിറക്ക് കൂലി? ഉത്തരം 900 രൂപ. ജനനത്തീയതി 28/6/1966 ആയിട്ടുള്ള ഒരു ഹൈസ്കൂൾ അസിസ്റ്റന്റ് 5/6/1989 സർവീസിൽ പ്രവേശിച്ചു. അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കുന്ന തീയതി എന്നാണ്? ഉത്തരം 30/6/2022. സർവീസിൽ നിന്നും സ്വയം വിരമിക്കുന്നതിന് നിയമനാധികാരിക്ക് എത്ര കാലം മുമ്പാണ് നോട്ടീസ് നൽകേണ്ടത്? ഉത്തരം 3 മാസം മുമ്പാണ് നൽകേണ്ടത്. യോഗ്യ സേവനകാലം വാർഷിക പൂർത്തീകരണത്തിന് അനുവദനീയമല്ലാത്ത പെൻഷൻ? ഉത്തരം സ്വയം വിരമിക്കൽ പെൻഷൻ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.